ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ആൻഡ് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ട്രൂത്ത് വന്നിട്ടുണ്ട്. മേജർ കാർഡ്സ് വന്നിട്ടുള്ളത് ട്രൂത്ത്, സാക്രിഫൈസ്, വിസ്ഡം ആണ്. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ്. കുറച്ചും കൂടി ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സ് എടുക്കാം. ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് പെൻഡക്കിൾ, ക്യൂൻ ഓഫ് കപ്സ്, പേജ് ഓഫ് സോർഡ്സ്, മൂൺ കാർഡ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രൂത്തും വിസ്ഡം ഈ കാർഡൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഇപ്പോഴൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങളെ അവരിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. അതായത് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് കിട്ടാതെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകൾ പോവാതിരിക്കാനും നിങ്ങളുടെ കോളുകൾ പോവാതിരിക്കാനുമുള്ള രീതിയിൽ ഏത് തരത്തിലും അവരെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ, അവരുടെ സിറ്റുവേഷനാണ്. ലൈഫിൽ എന്തൊക്കെയോ സക്സസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ലൈഫിൽ എന്തൊക്കെയോ സക്സസ് അവർക്ക് കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ മാറ്റി നിർത്തുന്നത്. ഓക്കെ, അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജ് എങ്ങനെയാണോ അതുപോലെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതായത് രാത്രിയിൽ ഉറക്കം വരുന്നില്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ മെമ്മറീസ് വരുമ്പം കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഡൗൺ ആയിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റില്ല എന്നൊരു പേടി അവർക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയേണ്ട കാര്യം, ഈ പേഴ്സൺ നിങ്ങളുടെ ഈ പേഴ്സണെ സംബന്ധിച്ച് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണിത്. അതായത്
പ്രാക്ടിക്കലായിട്ട് ലൈഫിനെ പ്രാക്ടിക്കലായിട്ടാണ് അവരെടുക്കുന്നതും ചിന്തിക്കുന്നതും. ഇപ്പോൾ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഒരവസ്ഥയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, അവിടെ എന്ത് നേട്ടമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെ നഷ്ടമാകും എന്നൊക്കെ ഇവർ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അവർ ലൈഫിൽ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മെച്ചുവേർഡാണ്, വളരെ മെച്ചുവേർഡാണ്. നിങ്ങൾ തമ്മിൽ ഒരു ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങളെക്കാൾ വളരെ മുതിർന്നിട്ടുള്ള ഒരാളായിരിക്കാം, കുറച്ചും കൂടി പ്രായമേറിയിട്ടുള്ള ഒരു ആളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക, അല്ലെങ്കിൽ അത് വിട്ട് കളയുക. അപ്പം ഇങ്ങനെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവർ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് തന്നിട്ടുള്ള ഒരു സ്നേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ എൻഡായി പോയതിൻ്റെ റീസണും ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ ഒരു ആൻസൈറ്റി ഉണ്ട്, പേടിയുണ്ട്. അതായത് സമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ബന്ധത്തെ അവരെങ്ങനെ എടുക്കും, അതുപോലെ ഫാമിലി അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നടക്കുക, അല്ലെങ്കിൽ തൻ്റെ ഇമേജ് പോകുമോ, തൻ്റെ വാല്യൂ എന്തായിരിക്കും, തനിക്ക് തരുന്ന വില എന്തായിരിക്കും മറ്റുള്ളവർ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. അതൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് അവർ പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ചില സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മെമ്മറീസ് അവർക്ക് കടന്നു വരുന്നുണ്ട്, രാത്രിയിലൊരു ഉറക്കമില്ലാത്ത സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ കുറ്റബോധവും വരുന്നുണ്ട് നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. ഓക്കെ, കാരണം ഈ റിലേഷൻഷിപ്പിലേക്ക് അവരായിട്ട് നിങ്ങളായിട്ട് പോയതായിരിക്കില്ല, അവരായിട്ട് നിങ്ങളെ വലിച്ചെടുത്തതായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധം അവർക്ക് നല്ല രീതിക്കുണ്ട്. പക്ഷെ അവർ ഓപ്പോസിറ്റ്, അതായത് അവർക്ക് ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പം ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ അവരുടെ മറ്റേ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പം അവർക്ക് നിങ്ങളുടെ കൂടെ വരണമെന്ന്, അല്ലെങ്കിൽ ആ ഒരു പഴയ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അങ്ങനെ ചിന്തിക്കുമ്പം നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് വന്നാലോ എന്നൊക്കെ അവർ ആലോചിച്ച് പോകുകയാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവർ സർവേ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇവർക്ക് ഇതിലൊരു ഹോപ്പ് ഉണ്ട്. പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അവർ ഈ റിലേഷൻഷിപ്പിൽ, ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഒരു ഹോപ്പ് വെക്കുകയാണ്. അതായത് ഈ ഒരു അവസ്ഥ, ഇതിപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർക്കൊരു സ്റ്റെബിലിറ്റി ആയിരിക്കാം. അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ഈ സിറ്റുവേഷൻ കുറച്ച് കഴിയുമ്പോൾ എൻഡ് ആകുന്നതാണ്. പിന്നീട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിക്ക് സ്മൂത്ത് ഗോയിങ് ഉണ്ടാകും എന്നവർ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു പെയിൻ, അവരുള്ളിലുള്ള ഈ ഒരു പെയിൻ അവർ ഉള്ളിൽ തന്നെ വെച്ച് നിങ്ങളടുത്ത് അത് വന്ന് പറയാനോ ഒന്നും തന്നെ ചെയ്യാതെ അവരുടെ സ്റ്റാൻഡിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ആൻഡ് അത് വെച്ച് തന്നെ അവർ മുന്നോട്ട് സർവേ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പേടിയാണ് സമൂഹം എങ്ങനെ കാണുമെന്ന്, അല്ലെങ്കിൽ നിങ്ങളും കൂടെ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ നിങ്ങളടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം തുടക്ക സമയത്ത് ഈ ഒരു സിറ്റുവേഷനൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടും നിങ്ങളടുത്ത് അവരെന്താ പറയുക, വളരെ സ്നേഹത്തോടെ നിന്നിട്ടുണ്ടാകും. പക്ഷെ പോകെ പോകെ ആ സ്നേഹം എൻഡായി വന്നിട്ടുണ്ടാകും. എന്നിട്ട് ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്തേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിലെല്ലാത്തിലും സ്റ്റെബിലിറ്റി ആക്കിയിട്ട് നിൻ്റെ അടുത്തോട്ട് വരാം, ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു കാര്യം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു മിസ്സിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ളിലൊതുക്കിയിട്ട് അവരുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ രണ്ട് ഫേസ് കാണിച്ചിട്ടുണ്ട്. അതായത് രണ്ട് മുഖം കാണിച്ചിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്കറിയാം, തുടക്കം വന്നിട്ടുള്ള ഒരു ആളായിരിക്കില്ല ഇപ്പം നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അത് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകും, എന്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തുടക്കത്തിലൊരു സ്നേഹം ഇപ്പോഴില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. അത് അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ്. അപ്പം ആ സിറ്റുവേഷൻ മാറണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിലേക്ക് വരണം. ഓക്കെ, ആ സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ എഫേർട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ചില സമയത്ത് നിങ്ങളുടെ മെമ്മറീസ് ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇവർ തന്നെ വളരെ ആക്റ്റീവ് ആകും. എന്നിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ സിറ്റുവേഷൻസ് അവസാനിപ്പിക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ മുന്നോട്ടെടുത്ത് വെക്കും. പക്ഷേ
ചില സമയത്ത് അവർ തന്നെ ഡൗൺ ആയി പോയിട്ട് ഒന്നും ചെയ്യാതെ അലസതയായിട്ടിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരേണ്ടത് ഇവരുടെ കടമയാണ്. അപ്പം ഇവരാണ് അത് ചെയ്യേണ്ടത്. വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ നടക്കത്തില്ല എന്നാണ് ഈ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് എന്ന കാർഡ് കാണിച്ചു തരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ട്രൂത്ത് ഇവിടെ വരുന്നുണ്ട്, ഒരു ജഡ്ജ്മെൻ്റാണ്. നിങ്ങൾക്കത് ഡെഫിനറ്റ്ലി കിട്ടുന്നതാണ്. പക്ഷേ ഇവർ ഈ ഒരു കാര്യം മുന്നിൽ ചെയ്ത് തീർക്കുമ്പം ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കുന്ന സമയത്താണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ നടക്കുക എന്ന് വേണം പറയണമെങ്കിൽ. ഓക്കെ, നിങ്ങളുടെ അടുത്തോട്ട് ഇപ്പം ഓപ്പണായിട്ട് സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിനെ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ ഒരു പേടിയും കാര്യങ്ങളും ആൻസൈറ്റിയും ഒക്കെ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യണ്ട. ഈ സിറ്റുവേഷൻ എന്തായാലും എൻഡാകും, അത് അവർ എൻഡാക്കും എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തിൽ, അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിക്കുന്നില്ല, അതായത് നിങ്ങൾ അക്സെപ്റ്റ് ആക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ എല്ലാ തരത്തിലും ഒരു ഹോപ്പ് കൊടുക്കുകയാണ്. എല്ലാം എൻഡാക്കി നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ആക്കും. കാര്യം നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലാതെ ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്താണെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഇതെല്ലാം ഉള്ള സമയത്ത് നിങ്ങളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതൊരു എന്താ പറയുക, ലൈഫിൽ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിലും ബെറ്റർ ഈ സിറ്റുവേഷൻസ് എല്ലാം എൻഡാക്കിയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. രണ്ടുപേരും ഒന്നിക്കേണ്ട വ്യക്തികൾ തന്നെയാണ്, വളരെ സ്നേഹമുള്ള വ്യക്തികളാണ്. ഇമോഷൻസ് എല്ലാം ഫീലിങ്സ് എല്ലാം തന്നെ ജെന്യുവൻ ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.